നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മൊത്തം 543 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ ഫലം വരുമ്പോൾ 543 പേർ എംപിമാരാവും, ഒരു സീറ്റിൽ ഒരു എംപിയെ വെച്ച്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു സീറ്റിൽ 2 എംപിമാരുണ്ടാവുന്ന സാഹചര്യത്തെക്കുറിച്ച്? അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു സീറ്റിൽ 2 അല്ല 3 എംപിമാർ വരെ ഉണ്ടായ സാഹചര്യം ഉണ്ടായി. അതിനെക്കുറിച്ച് നോക്കാം. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിന്നിരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നടന്ന ആദ്യ 2 പൊതു തെരഞ്ഞെടുപ്പുകളിലാണ്. 1951-52 ആദ്യ തിരഞ്ഞെടുപ്പ്, രണ്ടാമത്തേത് നടന്നത് 1957. 5 ഓരോ സീറ്റിലും 2 എംപിമാരെ വീതം തിരഞ്ഞെടുക്കണമായിരുന്നു. ആദ്യ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാജ്യത്താകെ 86 സീറ്റുകളിലായി 2 എംപിമാർ വീതം ഉണ്ടായിരുന്നു. ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം അന്ന് സംവരണ മണ്ഡലങ്ങളില്ലായിരുന്നു. പകരം ചില മണ്ഡലങ്ങളിൽ 2 സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തും. ഒന്ന് ജനറൽ കാറ്റഗറി ആയിരിക്കും, ഒന്ന് സംവരണത്തിനുള്ള കാറ്റഗറി ആയിരിക്കും. അങ്ങനെ ചില മണ്ഡലങ്ങളിൽ 3 സീറ്റ് വരെ വന്നിട്ടുണ്ട്. 1961 പൊതു തെരഞ്ഞെടുപ്പ് മുതലാണ് സംവരണ മണ്ഡലങ്ങൾ പ്രത്യേകം വേർതിരിച്ചത്. അങ്ങനെ ഇന്ന് കാണുന്ന ഒരു മണ്ഡലത്തിന് 1 സീറ്റ് എന്ന നിലയിലായി കാര്യങ്ങൾ. പുതിയ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. താങ്ക് യു.